വെൽക്കം ബാക്ക് ടു ലോഡ് ശിവ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൈലാസനാഥന്റെ 15ാമത്തെ എപ്പിസോഡാണ്. പൂജ കഴിഞ്ഞെണീക്കുന്ന ദക്ഷൻ കാണുന്നത് കരയുന്ന സതിയെയാണ്. എന്തിനാണ് നീ കരയുന്നതെന്ന് അദ്ദേഹം അവളോട് ചോദിക്കുന്നു. അതൊരിക്കലും സതിയോടുള്ള ദേഷ്യം കൊണ്ടല്ല, നന്ദിയോടായിരുന്നു. ഇവിടെ കടന്നു വരാനുള്ള അവിവേകം നന്ദി കാണിച്ചിരിക്കുന്നു. നിന്റെ അടുത്ത് തെറ്റൊന്നുമില്ലെന്നും ദക്ഷൻ സതിയോട് പറയുന്നു. എന്നാൽ അപ്പോഴും സതിക്ക് സമാധാനമില്ലായിരുന്നു. ശങ്കയും ഭയവുമാണ് പ്രശ്നങ്ങളുടെ അന്ധകാരം സൃഷ്ടിക്കുന്നത്. ഞാനതിൽ പെട്ട് ഉഴലുകയാണ്. ആ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വരാൻ പ്രതീക്ഷയുടെ ഒരു കിരണം പോലും കാണുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെയുള്ള പ്രശ്നങ്ങൾ വീണ്ടുമുണ്ടായാൽ അത് നേരിടാൻ എനിക്ക് കഴിയില്ല. സതി വീണ്ടും കരയാൻ തുടങ്ങുന്നു. നിന്റെ ഏത് ദുഃഖവും ഏത് ആശങ്കയും ഏത് പ്രശ്നവും നിന്റെ പിതാവിന് പരിഹരിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ദക്ഷനോട് നന്ദി എന്തിനാണ് ഇവിടെ വന്നത്, എന്തിനാണ് അയാൾ എൻ്റെ സന്തോഷങ്ങൾ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതെന്നൊക്കെ സതി ചോദിക്കുന്നു. ആകെ ഭയന്നു നിൽക്കുന്ന സതിയെ കാണുന്നതും ദക്ഷന്റെ മകൾക്ക് ഭയമോ, അത് മാറ്റാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് മന്ത്രിയെ വിളിക്കുന്നു. അറയിലേക്ക് വരുന്ന മന്ത്രിയോട് എല്ലാ നഗരവാസികളോടും വന്ന് പ്രജാപതി ദക്ഷനെ മുഖം കാണിക്കുവാൻ അറിയിക്കുവാനായി ദക്ഷൻ ആജ്ഞാപിക്കുന്നു. അത് കേട്ട് മന്ത്രി പുറത്തേക്ക് പോകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നിൽക്കുകയാണ് നമ്മുടെ സതി. ഈ ലോകത്തിലെ മഹാശക്തികൾ നിന്റെ പിതാവിൻ്റെ മുന്നിൽ എത്രത്തോളം ദുർബലരാണെന്ന് നീ ഇന്ന് കാണുമെന്ന് ദക്ഷൻ സതിയോട് പറയുന്നു. ഈ സമയം ഹിമാലയത്തിൽ നന്ദിയുടെ അടുത്തേക്ക് വരുന്ന ഭൂതപ്രേതങ്ങൾ നന്ദിയെ കളിയാക്കി എന്തു പറ്റിയെന്ന് ചോദിക്കും. എല്ലാം അറിഞ്ഞിട്ടും എന്തിനാണ് നിങ്ങളെന്നോട് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് നിസ്സംഗനാവുകയാണ് നന്ദി. മഹാദേവൻ എത്ര വിലക്കിയിട്ടും ദേവിയെ ഇവിടേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടന്നതല്ലേ. എന്ത് കമലപുഷ്പങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ടും മഹാദേവൻ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. ഇനിയെങ്കിലും മറ്റു ചിന്തകൾ ഉപേക്ഷിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് മഹാദേവനെ പൂജിക്കാൻ ഭൂതഗണങ്ങൾ നന്ദിയോട് പറയുന്നു. ഭഗവാന്റെ നിസ്വാർത്ഥ സ്വഭാവം കാരണം നിങ്ങൾ അതിരെ ലംഘിക്കുന്നു. മഹാദേവനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും ലഹരിയിൽ മാത്രം മുഴുകി കഴിയുകയാണ്. നിങ്ങളുടെയൊക്കെ സഹവാസത്തിൽ നിന്ന് മുക്തി നേടുവാനായി സതീദേവി എത്രയും വേഗം ഈ കൈലാസത്തിലേക്ക് എത്തണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്ന നന്ദിയോട് ഭൂതഗണങ്ങൾ തട്ടിക്കയറും. ഞങ്ങളുടെ മഹാദേവന് ഒരു ദേവിയുടെയും ആവശ്യമില്ല, അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി നന്ദിക്കില്ലല്ലോ എന്ന് ഭൂതഗണങ്ങൾ കളിയാക്കും. ഞാൻ ചെയ്യുന്നതെല്ലാം ശരി തന്നെയാണ്, പക്ഷേ ഞാൻ പറയുന്നതൊന്നും മഹാദേവൻ ചെവിക്കൊള്ളുന്നില്ല. അതെൻ്റെ ദൗർഭാഗ്യമാണ്. പക്ഷേ മനസ്സിലെവിടെയോ സ്വാമിക്ക് അദ്ദേഹത്തിൻ്റെ ഏകാന്തതയുടെ ശൂന്യത നല്ലതുപോലെ ബോധ്യമാകുന്നുണ്ടെന്ന് എനിക്കുറപ്പാണ്. എൻ്റെ മഹാദേവൻ്റെ ഹൃദയവും ഒരു സഖിക്കു വേണ്ടി വളരെയധികം ദാഹിക്കുന്നുണ്ടാവും. അത് പുറത്തു പ്രകടിപ്പിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ആ വൈരാഗ്യവും ആവശ്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിരഹത്തിൻ്റെ ദുഃഖമുണ്ട്. അതൊരു പക്ഷേ ആരോടും പങ്കുവെക്കാറില്ലെന്ന് മാത്രം എന്ന് നന്ദി പറയുമ്പോഴേക്കും ഭൂതഗണങ്ങൾ പൊട്ടിച്ചിരിക്കുന്നു. നീ എന്ത് വിചാരിച്ചാലും ഇതിനൊരു മാറ്റവുമില്ല. വീണ്ടും വീണ്ടും പഴയ പല്ലവി ആവർത്തിച്ചാൽ അനർത്ഥമേ ഉണ്ടാവൂ. ബുദ്ധിയില്ലാത്ത വർഗമാണല്ലോ നിങ്ങൾ. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ പാടത്തിട്ട് കഷ്ടപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് അവർ നന്ദിയെ കളിയാക്കുകയും ചെയ്യും. നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ? എൻ്റെ സ്വാമിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പക്ഷെ നിങ്ങൾ ഹൃദയമില്ലാത്ത ശൂന്യമനസ്കരാണ്. അതെനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ മഹാദേവൻ്റെ മനസ്സിലാക്കുന്നത്. ഞാൻ സ്വാമിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നു. എന്നാൽ മഹാദേവൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ നിൽക്കാതെ എപ്പോഴും നിങ്ങൾ വഴിമുടക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് നന്ദി. എന്നാൽ അങ്ങനെയല്ല, ഇങ്ങനെ പോയാൽ നിന്റെ നിരാശ കൊടുമുടി കയറും. ഇവിടെ ഒരു സ്ത്രീയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. ഞാനൊരു ഉപായം കണ്ടെത്താമെന്ന് പറഞ്ഞ് പ്രേതം ചിന്തയിലേക്ക് പോകുന്നു. അതോടെ നന്ദിയുടെ മുഖത്തും പ്രതീക്ഷയുണരും. അല്പസമയം കഴിഞ്ഞ് നീ തന്നെ ഒരു സ്ത്രീയെ കണ്ടെത്തി കൊണ്ടുവരൂ. എന്നാൽ കമലതളത്തിൽ പ്രേതം പ്രേതം എന്ന് വേണം എഴുതാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ അവളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രേതം നന്ദിയെ വീണ്ടും കളിയാക്കുന്നു. എന്നാൽ കലി കയറുന്ന നന്ദി, എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ പൊക്കോ, ഒരിക്കൽ സതി ഇവിടേക്ക് വരിക തന്നെ ചെയ്യും. അന്ന് സതിയെ എല്ലാവരും സഹർഷം സ്വാഗതം ചെയ്യും. ഞാനീ പറയുന്നത് വെറുതെയല്ല, ഇത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് നന്ദി. ശേഷം കാണിക്കുന്നത് പ്രജാപതി ദക്ഷന്റെ കൊട്ടാരമാണ്. ദക്ഷന്റെ ആജ്ഞപ്രകാരം എല്ലാ നഗരവാസികളും കൊട്ടാരത്തിലേക്ക് എത്തിയിരുന്നു. സഭയിലേക്ക് പ്രജാപതി ദക്ഷനും മകൾ സതീദേവിയും വരുന്നു. അവിടെ എത്തിയ എല്ലാവരോടുമായി ഏത് സാഹചര്യത്തിലും പ്രജാപതി ദക്ഷൻ നിങ്ങളെ സംരക്ഷിക്കുമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ എന്ന് ദക്ഷൻ പ്രജകളോട് വിളിച്ചു ചോദിക്കുന്നു. ഉണ്ട് എന്നായിരുന്നു പ്രജകളുടെ മറുപടി. ഇത് കേട്ടു നിൽക്കുന്ന സതിയോട് പ്രജകൾക്ക് യാതൊരു ഭയവുമില്ല. പിന്നെ എൻ്റെ പുത്രി എന്തിനെയാണ് ഭയക്കുന്നത്? നിന്റെ പിതാവിൻ്റെ ശക്തി നിനക്കറിയില്ല.
നീ അന്ധകാരത്തിൽ മുഴുകിയിരിക്കുകയാണ്. ആ അന്ധകാരം ഞാൻ എന്നേക്കുമായി ഇന്ന് തുടച്ചു നീക്കാൻ പോവുകയാണെന്ന് സതിയോട് ദക്ഷൻ പറയും. ശേഷം പ്രജകളോട് ദക്ഷൻ നന്ദി സൂചിപ്പിക്കുന്നു. ശേഷം തൻ്റെ കഴിവുകളുടെ ഒരു പ്രദർശനം നടത്താൻ പോകുന്നതായി സ്വയം ദക്ഷൻ പ്രഖ്യാപിക്കും. പ്രജകൾക്കും സതിക്കും ദക്ഷന്റെ കഴിവിൽ എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കുക, അതായിരുന്നു ദക്ഷന്റെ ലക്ഷ്യം. അതിനായി മന്ത്രിയോട് കുറച്ച് നെൽച്ചെടികൾ കൊണ്ടുവരാൻ ദക്ഷൻ ആവശ്യപ്പെടും. മന്ത്രി കൊണ്ടുവരുന്ന നെൽക്കതിരിൽ നിന്നും ഒരു നെൽക്കതിർ എടുത്ത ശേഷം ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങളെന്ന് സതിയോട് ദക്ഷൻ ചോദിക്കും. അഗ്നി, ജലം, വായു, പൃഥ്വി, ആകാശം എന്നിങ്ങനെ ഉത്തരവും സതി നൽകുന്നു. പഞ്ചഭൂതങ്ങളെക്കാൾ ശക്തിമത്തായ മറ്റൊന്നും പ്രപഞ്ചത്തിലില്ല. എന്നാൽ ഈ പഞ്ചഭൂതങ്ങളെല്ലാം ദക്ഷന്റെ ആജ്ഞാനുവർത്തികളാണ്. അതിപ്പോൾ നിനക്ക് കാണാമെന്നും ദക്ഷൻ പറയും. പഞ്ചഭൂതങ്ങളെപ്പോലും അനുസരിപ്പിക്കുന്ന ദക്ഷൻ തന്നെയാണ് ഏറ്റവും വലിയ ശക്തൻ. അതിനപ്പുറം ആരുമില്ലെന്നും ദക്ഷൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ശക്തിശാലിയായ ദക്ഷന്റെ പുത്രിക്ക് ആരെയും തന്നെ ഭയക്കേണ്ടതില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിക്കും. ശേഷം ദക്ഷന്റെ കയ്യിലിരിക്കുന്ന നെൽക്കതിർ അദ്ദേഹം മന്ത്രിയെ ഏൽപ്പിക്കുന്നു. മന്ത്രി ആ നെൽക്കതിർ സഭയുടെ മധ്യത്തിൽ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തളികയിൽ വയ്ക്കുന്നു. ശേഷം അഗ്നിദേവനെ അവിടേക്ക് വിളിച്ചു വരുത്തും. എല്ലാത്തിനെയും ഭസ്മമാക്കാൻ കഴിയുന്ന അഗ്നിദേവൻ ആ നെൽക്കതിർ ചുട്ടരിക്കുവാൻ ദക്ഷൻ ആജ്ഞാപിക്കുന്നു. എന്നാൽ അഗ്നിദേവൻ എത്ര ശ്രമിച്ചിട്ടും ആ നെൽക്കതിർ ചുട്ടരിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ശേഷം പൃഥ്വിദേവനെയും പ്രത്യക്ഷനാക്കി അദ്ദേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് നെൽക്കതിരിനെ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി അവിടെ നിന്ന് നീക്കാമോ എന്ന് ദക്ഷൻ ചോദിക്കും. പൃഥ്വിദേവനും തൻ്റെ ശക്തി പ്രയോഗിച്ച് നോക്കുമെങ്കിലും നെൽക്കതിരിന് അനക്കമുണ്ടായിരുന്നില്ല. സതിയെ ഇതെല്ലാം കാണിച്ച് ഈ പ്രപഞ്ചശക്തികൾ പോലും തൻ്റെ മുന്നിൽ തോറ്റിരിക്കുകയാണ്. പിന്നെ ആരെയാണ് സതിക്ക് ഭയമെന്ന് ദക്ഷൻ ചോദിക്കും. പക്ഷേ ശിവശക്തികൾ മാത്രം എന്തിനാണ് എൻ്റെ പുറകെ വരുന്നത് എന്നാണ് സതീദേവി തിരികെ ചോദിക്കുന്നത്. അതോടെ 15ാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്കൊരു ലൈക്ക് തരാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അടുത്ത എപ്പിസോഡുമായി ഉടനെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.